ഹായ് ഗായ്സ്, വെൽക്കം ടു എൽസാസ് ഹെവൻ. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ചാർമിനാറിലാണ്. ചാർമിനാറിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. കുത്തബ് ഷാഹി രാജവംശത്തിലെ സുൽത്താനായ മുഹമ്മദ് ഷാഹി കുത്തബ് ഷായാണ് 1591 ഈ സ്മാരകം ഇവിടെ നിർമ്മിച്ചത്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹം ഈ സ്മാരകം ഇവിടെ നിർമ്മിച്ചത്. ചാർമിനാർ എന്നാൽ 4 മിനാരുകളുള്ള പള്ളി എന്നാണ് അർത്ഥം. ഇവിടേക്ക് എത്തിച്ചേരാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ. ഞങ്ങൾ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയത്. ഇവിടേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അല്ലാതെ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഒരുപാട് നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഏറ്റവും ടോപ്പിലേക്ക് വരെയുള്ള എൻട്രി ഇല്ല. ആ ആർച്ചിൻ്റെ തൊട്ട് മുകളിലേക്ക് വരെയുള്ള എൻട്രി മാത്രമാണ് ഇപ്പോൾ അലൗഡഡ് ആയിട്ടുള്ളത്. എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു 4 മണിക്കെങ്കിലും നിങ്ങളിവിടെ എത്തിച്ചേരണം. കാരണം ഒരു 5 o'clock ഒക്കെ കഴിയുമ്പോൾ ചാർമിനാറിൻ്റെ മുകളിലേക്കുള്ള എൻട്രി അവർ ക്ലോസ് ചെയ്യും. മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റും അതിനുള്ള ചുറ്റുഭാഗങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ. ഇതാ കാണുന്നതാണ് മെക്ക മസ്ജിദ്. നമ്മൾ ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് നോക്കണം. മാക്സിമം ഓർണമെൻറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നിയർ ബൈ തന്നെയാണ്. അപ്പോൾ അവരും എപ്പോഴും ഇതുപോലെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഓർണമെൻറ്റ്സും നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ചാർമിനാറിൻ്റെ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ മെക്ക മസ്ജിദും ചാർമിനാറും വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്പെഷ്യലായിട്ട് പറയുന്നൊരു ലൊക്കേഷനാണ് മിലൻ ജ്യൂസ് സെൻ്റർ. നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ മോസ്റ്റ്ലി കാണാറുള്ളത്. അപ്പം മെക്ക മസ്ജിദിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ജ്യൂസ് സെൻ്റർ ഉള്ളത്. നമുക്ക് ചിലപ്പം മാപ്പിൽ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാം. പക്ഷേ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഈ ജ്യൂസ് സെൻ്റർ. അവിടെ വേറെയും ജ്യൂസ് സെൻ്റർ ഉണ്ട്. പക്ഷേ അത്യാവശ്യം കൂടുതൽ ക്രൗഡ് ഉള്ളത് ഇവിടെയാണ്. ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഇവിടെ സ്പെഷ്യലായിട്ട് പറയുന്നത് മൽബറി മലായി ആണ്. പക്ഷെ ഞങ്ങൾക്കിവിടെ ഇഷ്ടമായത് ഇവിടുത്തെ ഫ്രൂട്ട് സലാഡാണ്. ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റീസണബിൾ റേറ്റിൽ നമുക്ക് ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോവാണ്. ഹൈദരാബാദിലെ കൂടുതൽ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.